ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതായത് പനീർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സെമി സ്കിംഡ് അല്ല. അത് സെമി സ്കിംഡ് മിൽക്ക് ഉപയോഗിച്ച് ചെയ്താൽ പനീർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഈ പനീർ തയ്യാറാക്കിയ ശേഷം ഞാൻ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ പനീർ മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. നമ്മളിപ്പോൾ പനീർ തയ്യാറാക്കി എടുക്കാൻ പോകുകയാണ്. ഞാൻ ഈ 250 ml കപ്പിനകത്ത് ഞാൻ 8 കപ്പോളം മിൽക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 2 ലിറ്റർ. ഇനി നമുക്കതൊന്ന് തിളപ്പിക്കാവേ. ഞാൻ ഏകദേശം തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി കാണിക്കാവേ. നമ്മുടെ പാലിവിടെ തിളച്ചു. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണേ. ഞാനിപ്പോൾ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാൻ പോവാം. കുറഞ്ഞു പോയിട്ടുണ്ട്, നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് തൈരെല്ലാം സെപ്പറേറ്റ് ആയി ബാക്കിയുള്ളത് മഞ്ഞ വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ഞാനിത് അടച്ചവിടെ വെക്കുകയാണേ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഞാനൊരു അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഉള്ളൊരു പാത്രം വെച്ചു. അതിന് മുകളിലേക്ക് ഞാൻ ഈ അരിപ്പ് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഒഴിക്കാൻ വേണ്ടി എളുപ്പത്തിനാട്ടോ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ആ വെള്ളം താഴെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് അടിയിലൊരു പാത്രം വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് നമ്മളൊക്കെ ഒരു വൈറ്റ് ക്ലോത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പനീർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്താണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഫുള്ള് തണുത്തിട്ടില്ല, ചെറുതായിട്ട് ചൂടുണ്ട്. പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ വെള്ളം മൊത്തം പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒരു ഷേപ്പ് ആക്കി എടുക്കാവേ. അപ്പം നമുക്ക് റൗണ്ടോ സ്ക്വയറോ നമ്മുടെ ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്കങ്ങനെ ആക്കിയെടുക്കാം. പരമാവധി എല്ലാ സൈഡും ഒരുപോലെ ഒരേ തിക്നെസ്സിലാവാൻ നോക്കണേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പിന്നെ എടുത്തു കഴിയുമ്പോഴാണെങ്കിലും നല്ല ഭംഗിയിലിരുന്നോളൂ. ഓക്കെ, അതപ്പോൾ റെഡിയായി. നമുക്കതിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. എനിക്കിപ്പോൾ എല്ലായിടത്തും ഒരുപോലെ വെയിറ്റ് കിട്ടിയാലേ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ഇതെടുത്തങ്ങ് വെച്ചു. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കൊരു അരമണിക്കൂർ ഇതിങ്ങനെ വെക്കണം. അപ്പോൾ അതിലുള്ള എക്സസ് വാട്ടർ എല്ലാം താഴെയുള്ള പാത്രത്തിലേക്ക് വീണോളും. അടിയിലൊരു പാത്രം വെക്കാൻ മറക്കരുത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. നമ്മുടെ പനീർ ഇപ്പം അരമണിക്കൂറോളം ആയി നമ്മൾ വെയിറ്റ് വെച്ചിട്ട്. നമുക്കിനി ഇതെടുത്ത് നോക്കാവേ. ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിത് തുറന്ന് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വേണേൽ എടുത്ത് ഫ്രിഡ്ജിലേക്ക് 2 ദിവസത്തേക്ക് വെക്കാം. അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം. ഞാനിതിപ്പോൾ മുറിക്കാൻ പോവാണേ. നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള പനീറായി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം.